എയിംസിനെ ചൊല്ലി കാസർഗോഡ് ബി.ജെ.പി. കോൺഗ്രസ് പോര്. എയിംസ് എത്തിച്ചാൽ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റിന് 1 പവൻ തൂക്കമുള്ള സ്വർണ്ണമോതിരം സമ്മാനം നൽകാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിക്ക് വിവരമില്ലെന്നും രാഷ്ട്രീയ അജ്ഞതയാണ് തന്നെ വിമർശിക്കുന്നതിന് പിന്നിലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. 24നോട് പറഞ്ഞു. ബി.ജെ.പിക്കാർക്ക് ഇത്രയും വലിയ പവർ ഉണ്ടെങ്കിൽ എം.പിയെ ഒഴിവാക്കിയിട്ട് പോയി ഒന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ. ഞാൻ 1 പവൻ്റെ മോതിരം ഇട്ട് കൊടുക്കാം, വാങ്ങിച്ചോണ്ട് വരട്ടെ. ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് വിവരമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞത്. അവർക്ക് എയിംസ് എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, ആരാണ് സ്ഥാപിക്കുന്നതെന്ന് വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവരിത് പറയത്തില്ല. അവർ രാഷ്ട്രീയത്തിലൊരു ന്യൂ കമ്മറാണ്. അതുകൊണ്ട് അവർക്കിതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അവരുടെ അജ്ഞത, രാഷ്ട്രീയ അജ്ഞതയാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. കാസർഗോഡിന്റെ ആരോഗ്യമേഖലയെ സംരക്ഷിക്കാൻ കഴിയാത്ത എം.പിക്ക് 1 മുഴം കയർ വാങ്ങി നൽകും എന്നായിരുന്നു ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി ഫേസ്ബുക്കിൽ കുറിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഇപ്പോൾ അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, അങ്ങനെ എയിംസിനെ ചൊല്ലി ഒരു വാക്പോര്, എന്തൊക്കെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ? ഉന്മേഷ, ഗുഡ് ഈവനിങ്. ഉന്മേഷ, ഈ എയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുരേഷ് ഗോപിയാണ് അതിന് തുടക്കം കുറിച്ചതെങ്കിലും ഇപ്പോൾ കാസർഗോഡ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അത് കോൺഗ്രസ് ബി.ജെ.പി. നേതാക്കൾ തമ്മിലാണ് ഈ രാഷ്ട്രീയ പോര് ഉടലെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കാസർഗോഡ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ എം.എൽ. അശ്വിനി പറഞ്ഞത് എയിംസിന് വേണ്ടി നിരന്തരമായി കേന്ദ്രമന്ത്രിയെ കണ്ടതാണ്. സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കാസർഗോഡാണ് അനുയോജ്യമെന്ന് എം.എൽ. അശ്വിനി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. അദ്ദേഹം ഇക്കാര്യം ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്, അതായത് അതിന് കഴിയാത്തത് കൊണ്ടാണ് ഇവിടേക്ക് എയിംസ് എത്താത്തതെന്ന് ഈ എം.എൽ. അശ്വിനിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പോരിന് തുടക്കം കുറിച്ചത്. ഈ രാഷ്ട്രീയ പോര് പൊട്ടിപ്പുറപ്പെട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. പറയുന്നത് എം.എൽ. അശ്വിനിയുടെ അറിവുകേടും രാഷ്ട്രീയ അജ്ഞതയുമാണ് ഇത്തരത്തിലുള്ള പരാമർശത്തിന് പിന്നിൽ. തന്നെ നിരന്തരമായി വേട്ടയാടുകയാണ്, തന്നെ വേട്ടയാടി ആനന്ദം കണ്ടെത്തുകയാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. നിരന്തരമായി ജെ പി നഡ്ഡയ്ക്ക് നൽകിയ നിവേദനങ്ങളുടെ പകർപ്പ് അത് എം.എൽ. അശ്വിനിക്ക് നൽകാൻ തയ്യാറാണ്. അത് വായിച്ചെങ്കിലും ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് സത്യം മനസ്സിലാക്കട്ടെ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. പറയുന്നുണ്ട്. ഒപ്പം മറ്റൊരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുന്നു. 1 പവൻ തൂക്കമുള്ള സ്വർണ്ണമോതിരം അത് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിന് സമ്മാനമായി നൽകാം. പകരം എം.പിയേക്കാൾ വലുതാണ് ബി.ജെ.പിയുടെ നേതാക്കളെങ്കിൽ ഡൽഹിയിൽ പോയി എയിംസ് കാസർഗോഡേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. വെല്ലുവിളിച്ചിരിക്കുന്നു. അതിന് മറുപടിയുമായി ഇപ്പോൾ ഇതാ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഫേസ്ബുക്കിലാണ് ആ കുറിപ്പിട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പിക്ക് കാസർഗോഡിന്റെ ആരോഗ്യ മേഖല സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ 1 മുഴം കയറ് വാങ്ങി നൽകാമെന്നാണ് മറുപടി. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.